ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ ഡാൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണേ. ആ സമയത്ത് എനിക്ക് ശ്രുതിയുടെ കൂടെ സ്റ്റേജിൽ പോയി ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ്റെ അടുത്തുനിന്ന് എണീറ്റ് പോവാട്ടോ. അപ്പോൾ അശ്വിൻ പോയി എനിക്കോട് അവിടെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് പറയണേ. അങ്ങനെ ഡാൻസ് കഴിയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ ചിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് അഞ്ജലി വന്നിട്ട് അശ്വിനോട് ചോദിക്കുന്നുണ്ട്, അല്ല കുഞ്ഞാ, നിന്റെ ചിരി മതിയാക്കിയോ? സമാധാനായി? അങ്ങനെ ശ്രുതി ഒരിക്കൽ കൂടി നിന്നെ ചിരിപ്പിച്ചു. ഇത്രയും ഭംഗിയായിട്ട് ചിരിക്കാൻ അറിയുന്ന നീ എന്താ എപ്പോഴും ഗൗരവത്തിൽ നടക്കുന്നത്? ശ്രുതി കാരണം ആ ഭംഗിയുള്ള ചിരി കാണാനായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഡാൻസ് നോക്കി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങ് പോവാണേ. തുടർന്ന് നമ്മുടെ ശ്രുതിയെ പ്രമീള കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എടി പെണ്ണെ, നീ എന്ത് ഭാവിച്ചാ? നീ അശ്വിൻ സായിറാമിനെ കളിയാക്കിയതല്ലേ എന്ന് അമ്മയ്ക്ക് തോന്നിയോ? അങ്ങനെ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്യാനാ? അപ്പോഴേക്കും അമ്മായി വന്നിട്ട്, ശ്രുതി മോളെ, നിന്റെ ഡാൻസ് ഉഗ്രനായിരുന്നടി. കാളിയൻ്റെ തലയിൽ കയറി കൃഷ്ണ ഭഗവാൻ ഡാൻസ് ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് പ്രീതിയോട്, ചേച്ചി, അമ്മായിക്ക് ഇത് ശരിയായില്ലേ? അതൊക്കെ വിട്, എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രീതി അങ്ങ് കൂട്ടിക്കൊണ്ടു പോവാണേ. അടുത്ത പെർഫോമൻസിന് നിന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ, അയ്യോ ദേവിക വന്നില്ലേ ഇതുവരെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വല്ല ബ്ലോക്കിലെങ്ങാനും പെട്ടുപോയോ? നീ ആ കുട്ടിയെ ഒന്ന് വിളിച്ചു നോക്ക്. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്രുതി റൂമിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതി റൂമിൽ പോകുമ്പോൾ അശ്വിൻ വന്നിട്ട് തടഞ്ഞു നിർത്തുകയാണേ. വെൽ ഡൺ, എൻ്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. താങ്ക്സ് സർ. അവിടെയും നിനക്ക് എൻ്റെ കൂട്ടുപിടിക്കേണ്ടി വന്നു. എങ്ങനെ മനസ്സിലായില്ല? നീ അതെന്നെ കളിയാക്കിയതാണെങ്കിലും നിനക്ക് എൻ്റെ കൂട്ടുപിടിക്കേണ്ടി വന്നില്ലേ പെർഫോമൻസിന് വേണ്ടിയെന്ന് ചോദിക്കട്ടെ അശ്വിൻ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല സർ. അവിടെ കണ്ടു നിന്ന് എല്ലാവർക്കും അറിയാം നീ ആ ഡാൻസിൽ ആരെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങ് പോവാണേ. അപ്പോൾ വീണ്ടും കൈ പിടിച്ച് വലിച്ചിട്ട് അവിടെ നിർത്താൻ കേട്ടോ. നീ എന്താ പറഞ്ഞത്? കലമാനോട് ഇഷ്ടം കൂടാൻ സിംഹം വന്നാലോ എന്നോ? അപ്പോഴാണ് നമ്മുടെ ശ്രുതി ആ വരി തന്നെ ശ്രദ്ധിക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? എഞ്ചിൻ കൂടെ എന്തോ കൽക്കണ്ട കനിയാവുന്നോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല സർ. ആ ഡാൻസിനനുസരിച്ചാണ് പെർഫോം ചെയ്തത് എന്ന് പറയാട്ടോ. ഇങ്ങനെ അർത്ഥം വെച്ച് പെർഫോം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അശ്വിൻ സായിറാമായിട്ട് സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്തോ എന്ന് പറയണേ. ഞാനെന്തിനാ നിങ്ങളെപ്പോലെ പെർഫോം ചെയ്യുന്നത്? ഇല്ലെങ്കിലും നിങ്ങളായിട്ട് അഭിനയിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല എന്ന് പറയണേ. സാർ ഒന്ന് മാറുമോ? എനിക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ, ആ മാറ്റിക്കോ. അടുത്ത പെർഫോമൻസിലും മുഖ്യ കഥാപാത്രം അശ്വിൻ സായിറാം തന്നെ ആയിരിക്കും അല്ലേ? നോക്ക് ശ്രുതിലക്ഷ്മി, നീ വിചാരിച്ചാൽ പോലും അശ്വിൻ സായിറാം ആവാൻ എനിക്ക് കഴിയില്ല. കാരണം എന്താണെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ തലയിൽ തൊട്ടിട്ട് പറയുന്നുണ്ട്, കാരണം ഈ തലയ്ക്കകത്തെ എന്തെങ്കിലുമൊക്കെ വേണം എന്ന് പറയണേ. ഓ മനസ്സിലായി, എന്നെ മാനസികമായിട്ട് തകർക്കാൻ നോക്കുകയാണല്ലേ. പക്ഷേ ഈ ശ്രുതികുമാരി തളരില്ല. എന്തായാലും ഈ ചലഞ്ചിൽ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നതെന്തും നിങ്ങൾക്ക് അനുസരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ, അത് നീ ജയിക്കുമ്പോഴുള്ള കാര്യം, അതപ്പോൾ നോക്കാം എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളാവാൻ എനിക്ക് പറ്റില്ല എന്നല്ലേ? അത് സാർ പറഞ്ഞത് ശരിയാ. നിങ്ങളാവാൻ ഞാൻ വിചാരിച്ചാൽ കൂടി പറ്റില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കില്ലാത്ത ഒരു സാധനം എനിക്കുണ്ട്. ശ്രുതി അശ്വിൻ്റെ നെഞ്ചിലിങ്ങനെ തൊട്ടുകൊണ്ട് പറയാണ് ഹൃദയം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇങ്ങനെ ഒരു ഹാർട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശ്രുതി അവിടുന്ന് പെട്ടെന്ന് റൂമിലോട്ട് പോവാണേ. ശ്രുതിയുടെ പിന്നാലെ നമ്മുടെ ശ്യാമുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ നെക്സ്റ്റ് പെർഫോമൻസിനുള്ള ഒരു എടുത്ത് കയ്യിൽ വെച്ചോണ്ടിരിക്കുകയാണേ. ഇല്ല, നമ്മുടെ കാണാതെ പോയ തേളും ഉണ്ടാവും. ശ്രുതിയാണെങ്കിൽ ഇതൊന്നും കാണാതെ ഫോൺ വിളിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ആ കുട്ടി എടുക്കുന്നൊന്നുമില്ല. എൻ്റെ കുട്ടി കൃഷ്ണ, ഇത് ഇവിടെ എവിടെ പോയി കിടക്കുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് നിൽക്കും. ശ്യാം അവിടെ നിന്നിട്ട് ശ്രുതി എന്ന് പതുക്കെ വിളിക്കുന്നുണ്ട്. അത് നമ്മുടെ ശ്രുതി കേൾക്കുന്നൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ ശ്യാം ശ്രുതിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഡ്രസ്സിൽ തേളിനെ കാണുകയാണേ. ശ്രുതി എന്താ ഇതെന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് തട്ടുന്നുണ്ട്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ എന്ന് ചോദിക്കുക കേട്ടോ നമ്മുടെ ശ്രുതി. അത് പിന്നെ ആക്ച്വലി എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, നിർത്തണം മിസ്റ്റർ, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട. ഇതിനെ പിന്നെയും എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി എൻ്റെ പുറകെ കൂടിയിരിക്കുന്നത്. നിങ്ങളുടെ വേഷം കെട്ടൊന്നും എൻ്റെ അടുത്ത് ചിലവാവില്ല എന്ന് പറയുമ്പോൾ, വേഷം കെട്ട് ഇറക്കിയാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ട് ശ്യാം ശ്രുതിയുടെ കയ്യെ പിടിക്കാട്ടോ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ട് മുറുക്കി വേദനിപ്പിക്കുകയാണേ. ശ്രുതി എന്ന് പറഞ്ഞിട്ടൊന്നും വിടുന്നില്ലേ. എന്നിട്ട് മുണ്ടിൽ വിരൽ വെച്ചിട്ട് പറയുന്നുണ്ട്, നീ ഇത് ആരോടെങ്കിലും ഇനി പറഞ്ഞാൽ ശ്യാമിന്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കൈ അങ്ങ് വിട്ടു പോവാണ് കേട്ടോ. ഇതൊക്കെ നടക്കുന്ന സമയത്ത് അശ്വിൻ പുറത്ത് നിന്നിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. അശ്വിൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ റൂമിൽ നടന്നതൊന്നും അശ്വിൻ കണ്ടിട്ടില്ല. ശ്യാം പോയി കഴിഞ്ഞപ്പോഴും അശ്വിൻ അതിലൂടെ ആരോ പോയെന്ന് മനസ്സിലായി, പക്ഷെ ആരാണെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ റൂമിലേക്ക് നോക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ കരയുന്ന കേട്ടോ കാണുന്നത്.
എന്താ എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരികയാണേ. അശ്വിൻ അപ്പോഴേക്കും ഇമോഷണൽ ആവാൻ കേട്ടോ ശ്രുതി കരയുമ്പോൾ. എന്തിനാ നീ കരയുന്നത്? ഞാൻ കരഞ്ഞില്ല സർ. ഇതെന്താ ആക്ടിങ് ആണോ? ആ, ആക്ടിങ് ആയാൽ റിഹേഴ്സൽ ചെയ്യുന്നത് നല്ലതാ. നീ ഏതായാലും തോൽക്കുമ്പോൾ കരയേണ്ടി വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് പിന്നെയും ഞാൻ കരയുന്നത് കാണേണ്ടി വന്നു അല്ലേ സർ? സോറി, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് അങ്ങ് പോവാട്ടോ. അപ്പോഴേക്കും വല്ലാണ്ടാവാൻ കേട്ടോ അശ്വിൻ. തുടർന്ന് ആകാശ് പ്രീതിയുടെ അടുത്തേക്ക് വരികയാണേ. എന്താടോ താൻ വല്ലാതെ ഇരിക്കുന്നത്? അത് പിന്നെ സാർ, എനിക്ക് ശ്രുതിയുടെ കാര്യം ആലോചിച്ച് വല്ലാതെ ടെൻഷൻ ആവുന്നു. എന്തു പറ്റി? അവളുടെ കൂടെ പെയർ ഡാൻസ് കളിക്കുന്ന ആ പെൺകുട്ടി ഇതുവരെ എത്തിയിട്ടില്ല. ആ കുട്ടിയെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. പിന്നെ പോരാത്തതിന് ഇതുവരെയുള്ള സ്കോർ അനുസരിച്ച് ഞങ്ങളാണല്ലോ പുറകിൽ. അതിന്റെ ടെൻഷനും ഉണ്ട് അവൾക്ക് എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, അയ്യേ ഇതൊരു മത്സരം ഒന്നല്ലല്ലോ. വിവാഹത്തിന് വേണ്ടി തമാശയ്ക്ക് ബന്ധുവീട്ടുകാർ നടത്തുന്ന ഒരു മത്സരമല്ലേ? അതിന് ഇത്രയ്ക്കൊക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെ. അത് ഞാൻ ഒരുപാട് തവണ അവളോട് പറഞ്ഞു, പക്ഷെ അവൾ കേൾക്കണ്ടേ. അവളും അശ്വിൻ സാറും ഇത് ജീവൻ മരണ പോരാട്ടമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആകാശ് പറയുന്നുണ്ട്, ചിലപ്പോൾ തോന്നും ഇവർ ഭയങ്കര ശത്രുതയാണെന്ന്, മറ്റു ചിലപ്പോൾ തോന്നും ഇത് തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അവർക്ക് എന്നൊക്കെ പറയണേ. പിന്നീട് അഞ്ജലി അങ്ങോട്ടേക്ക് വരികയാണേ. ആകാശേന്ന് ശ്യാമേട്ടനെ കണ്ടോ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചേച്ചി. ശ്യാമേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോൾ നോക്കിയാലും ആളെ കാണില്ല. അടുത്ത പരിപാടി അനൗൺസ് ചെയ്യാൻ സമയമായി. ഞാൻ തന്നെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ബോറടിക്കില്ലേ? ഞാനൊന്ന് ശ്യാമേട്ടനെ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞാൽ അങ്ങ് പോവാണേ. അപ്പൊ ആകാശ് പ്രീതിയോട് പറയുന്നുണ്ട്, അഞ്ജലി ചേച്ചിയും ശ്യാമേട്ടനും ഭയങ്കര സ്നേഹത്തിലാ. ശ്യാമേട്ടൻ അടുത്തില്ലെങ്കിൽ അഞ്ജലി ചേച്ചി ആകെ നിശബ്ദയാവും. വിവാഹം കഴിഞ്ഞാൽ അതുപോലെ അവരുടെ സ്നേഹം പോലെ തന്നെ നമുക്കും ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ പ്രീതിയുടെ മുഖം ആകെ മാറുക കേട്ടോ ശ്യാമിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ. എന്താടോ പെട്ടെന്ന് താൻ അങ്ങനെ വല്ലാതായത്? താൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണ് സർ എന്ന് പറഞ്ഞ് പ്രീതി അങ്ങ് പോവാട്ടോ. തുടർന്ന് മനോരമ രണ്ട് സ്ത്രീകളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മായി അങ്ങോട്ടേക്ക് വരികയാണേ. എന്നിട്ട് ആ സ്ത്രീകളോട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് അങ്ങോട്ടേക്ക് പോയേ എന്ന് പറയുമ്പോഴേക്കും മനോരമയും പോവാണ് കേട്ടോ. നിങ്ങൾ പോവണ്ട. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്റ്റേജിൽ വെച്ച് എനിക്ക് എന്താ സംഭവിച്ചേ? അത് എനിക്കെങ്ങനെ അറിയാം നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്ന്? എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണല്ലോ ഞാൻ നിന്നോട് ചോദിച്ചത്. എനിക്ക് എന്തെങ്കിലും സ്റ്റേജിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീയാണ് എന്ന് പറയണേ. നിങ്ങൾ സ്റ്റേജിൽ കയറിയതിന് ശേഷം മൊത്തം ഡാൻസിന്റെ സ്റ്റെപ്പും തെറ്റിച്ചു. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ നിങ്ങൾ കളിച്ചത് മൊത്തം അവതാളത്തിലായിരുന്നു. അപ്പോഴും അമ്മായി പറയുന്നുണ്ട്, സ്റ്റേജിൽ കയറിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കാരണം നീയാ എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരികയാണേ. അപ്പോൾ മൊത്തം മുത്തശ്ശിക്ക് മനോരമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. രാധേ, നീയും നന്നായി ഡാൻസ് ഒക്കെ കളിച്ചിരുന്നു. കുറച്ച് സ്റ്റെപ്പൊക്കെ തെറ്റിയെന്ന് വിചാരിച്ച് ഇതൊരു മത്സരമാക്കിയിട്ടൊന്നും കണക്കാക്കണ്ട. നമ്മൾ ബന്ധുവീട്ടുകാരല്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം അമ്മ എന്ന് പറഞ്ഞിട്ട് വേഗം സ്കൂട്ടാവാണ് കേട്ടോ മനോരമ. എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ടേ. അമ്മായിയും അങ്ങോട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പറയുന്നുണ്ട്, ഞാനാണ് ഈ പെണ്ണുമ്പിള്ളക്ക് ജ്യൂസിൽ പൊടിയിട്ട് കൊടുത്തതെന്ന് ഇവരോട് ആരെങ്കിലും പറഞ്ഞോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കേ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്ന എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.